ഈ ലേബർ റൂമിന് എങ്ങനെ ആ പേര് വന്നതെന്ന് അറിയോ? നിങ്ങൾ പറയും പ്രസവ മുറി ആയതുകൊണ്ടാണ് ലേബർ റൂം എന്ന് വന്നത്. പക്ഷെ പ്രസവ മുറിയുടെ ഇംഗ്ലീഷ് വേർഡ് അല്ല ലേബർ റൂം. ഈ ലേബർ എന്ന് പറഞ്ഞ ഇംഗ്ലീഷ് വേർഡിന്റെ അർത്ഥം കടുത്ത പരിശ്രമം എന്നാണ്. നമ്മൾ പുറത്തുനിന്ന് ശ്രമം കഴിഞ്ഞിട്ട് അതിന്റെ പ്രൊഡക്റ്റ് വാങ്ങാൻ പോകുമ്പോൾ കുറച്ച് കടുത്ത പരിശ്രമങ്ങൾ വേണ്ടേ? ലേബർ റൂമത്തെ ഒച്ചയും ബഹളത്തിൽ കേൾക്കുമ്പോഴേ നമ്മൾ വീഗാലാൻഡിൽ ടൂർ വന്നാന്ന് വിചാരിക്കും. കാരണം ആദ്യത്തെ പ്രസവത്തിന് വന്ന ആളുടെ അലർച്ചയും ബഹളവും, നാലാമത്തെ പ്രസവത്തിന് വന്ന ആളുടെ മുളക്കും, ഇതിന്റെ ഇടയിലുള്ള ആളുടെ തേങ്ങലൊക്കെ കൂടിയിട്ട് സിസ്റ്റർമാർക്ക് ഈ കരച്ചിൽ കേൾക്കുന്നതിന്റെ മറ്റേ സിനിമയിൽ പറഞ്ഞതുപോലെ ഇവരുടെ കരച്ചിൽ കേൾക്കാൻ തന്നെ എന്താ രസം എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഒരു സൈക്കോ പാത്തുകളായിട്ടുണ്ടാവും. പിന്നെ ഇവരെ കുറച്ച് സ്ഥിരം ക്ലീശേ ഡയലോഗാണ്. ഇതൊന്നും ഇതിന് മുമ്പ് അറിയില്ലായിരുന്നോ, ഇല്ലല്ലോ ആദ്യമായിട്ട് പ്രസവിക്കാൻ വരുന്നേ എന്നൊക്കെയുള്ള ഡയലോഗിന്റെ പുറമെ നമ്മൾ കുറേ കേൾക്കുന്ന ഒരു സാധനം പുഷി 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 എന്നുള്ളതാണ്. ഈ പുഷും പുള്ളും ശരിക്കറിയാത്ത നമ്മളിത് ശ്വാസം മേലേക്ക് വലിക്കണോ താഴേക്ക് വിടണോ എന്ന് ആലോചിച്ച് നിൽക്കുന്നതിന്റെ ഇടയിൽ നമ്മുടെ പേരെ കൂടി വന്ന് തള്ളാൻ ഒരു സിസ്റ്റർ ഉണ്ടാവും. ഈ സിസ്റ്ററെ തള്ളു കാണുമ്പോൾ നമ്മൾ മറ്റേ ആനവണ്ടിയിൽ നിന്ന് ബത്തൊക്കെ എറിയുമ്പോൾ താഴെ പിടിക്കാൻ ഒരാൾ പോലെ എന്ന് പറഞ്ഞ മാതിരി ഡോക്ടർ ഉണ്ടാവും കയ്യും കാണിച്ച് അങ്ങനെ നിൽക്കണം. ഇപ്പൊ വീടും എന്നുള്ളതായിട്ട് ഈ വീണ സാധനത്തിന്റെ രണ്ട് കുലുക്കും കരച്ചിലും കേൾക്കുന്നതോട് വിശുഭം ഇതിവിടെ തീർന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ ആയിട്ടില്ല. യഥാർത്ഥ വേദന വരാൻ പോണത് ഇനിയാണ്. പിന്നെ കീറിട്ട ഹോളാക്കലാണ്. അത് തുന്നാൻ വരുമ്പോൾ ഒരു വേദന ഉണ്ട്. പ്രസവ വേദനയെക്കാട്ടിയും എല്ലാ സ്ത്രീകളേറ്റവും കൂടുതൽ അനുഭവിച്ചിട്ടുള്ള ഒരു വേദന അറിയും. ഇത് കഴിഞ്ഞിട്ട് ഒരു മൂത്രയിക്കാൻ പോലെ ഉണ്ട്. ഒരു പറയും മൂത്രയിച്ച് വെക്കണം. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഇത്രയും കാലം മൂത്രയിക്കാത്ത ഒരു മൂത്രയിക്കലിന്റെ അനുഭവമായിരിക്കും നമുക്ക്. അപ്പോൾ ലേബർ റൂമിനെ ആ പേര് കൊടുത്തത് നന്നായി. കാരണം നല്ല പരിശ്രമം അവിടെ നടക്കുന്നുണ്ട്. പക്ഷെ നമ്മള് പ്രസവമൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങി കഴിഞ്ഞാല് നമ്മുടെ കുടുംബക്കാരുടെ കുറച്ച് ഡയലോഗുകളുണ്ട്. അവിടെ നേർച്ച ഇവിടെ നേർച്ച കൊല അരി എന്നൊക്കെ പറഞ്ഞിട്ട് ആകെ മൊത്തം അവർ ചെയ്ത് നേർച്ചമലാണ് ഈ പ്രസവം നടന്നു വിചാരിച്ചു. നമ്മൾ കൊടുത്ത പരിശ്രമമൊക്കെ പോയി. ഈ 9 മാസേ തേനെ ചക്കരയെ കൊഞ്ഞെ വാവയെന്നൊക്കെ വിളിച്ചു കൊണ്ടിരുന്ന മാങ്ങി മസാല ദോശയും ഉപ്പിലിട്ടതൊക്കെ വാങ്ങി തന്ന് സന്തോഷിപ്പിച്ച് നമ്മൾ ആ റൂമൊക്കെ കേട്ടപ്പോഴേ നമ്മൾ ഒറ്റയ്ക്ക് പ്രസവിക്കുന്നുണ്ടെങ്കിൽ എല്ലാവരും പ്രസവിക്കുന്നതാണെങ്കിലും അവിടെ എല്ലാ ആൾക്കാർക്ക് പ്രസവിക്കാൻ തന്നെ ലേഡികളോട് കുറച്ചൊരു മെച്ചപ്പെട്ട് വേണ്ടേ? ബഹുമാന സ്നേഹമൊന്നും ഇല്ലെങ്കിലും അറ്റ്ലീസ്റ്റ് ആ വേദന വരുമ്പോൾ ബഹളം വെക്കാനുള്ള സ്വാതന്ത്ര്യമെങ്കിലും തേക്കാം.